ഈ ബോർഡൊന്ന് വായിച്ചു നോക്കൂ. മാർ ജേക്കബ് മുരിക്കൻ. പാലാ രൂപതയിലെ ബിഷപ്പായിരിക്കെ സ്ഥാനത്യാഗം ചെയ്ത് പ്രാർത്ഥനയ്ക്കും വായനയ്ക്കും ധ്യാനത്തിനുമായി ഒരു ഏകാന്ത സ്ഥലം തിരഞ്ഞെടുത്ത ഒരു കർമ്മയോഗി. അദ്ദേഹത്തിന്റെ നിവാസം അന്വേഷിച്ചാണ് ഞങ്ങൾ യാത്രയായത്. കാറ്റാടി മരങ്ങൾ ചൂളം വിളിക്കുന്ന ഇടുക്കിയിലെ ഒരു മലഞ്ചെരുവിൽ ഒരു ചെറിയ വീട്ടിൽ അദ്ദേഹം പാർക്കുകയാണ്. സന്ദർശകർക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ പൂന്തോട്ടം കടന്ന് ഞങ്ങൾ അദ്ദേഹത്തെ കാത്തുനിന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം മൗനവ്രതം അനുഷ്ഠിക്കുന്ന ദിനമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് തിരിച്ചു പോകണമോ എന്ന് ചിന്തിച്ചപ്പോൾ വാതിൽ തുറന്ന് മൗനവ്രതമായിട്ടും വളരെ ചെറിയ സ്വരത്തിൽ ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തെ കാണാൻ വന്നതാണെന്നും സംസാരിക്കാൻ എത്തിയതാണെന്നും ഞങ്ങൾ അറിയിച്ചു. വളരെ ലളിതമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പ്രാർത്ഥനയും ധ്യാനവും നിർവഹിക്കുന്ന ഇടമാണിത്. ദൂരെ നിന്ന് വന്നവരാണെന്ന് അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. ഞങ്ങൾ നിരസിച്ചിട്ടും അദ്ദേഹം അതിനെ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം അന്ന് പാചകം ചെയ്ത ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് നൽകുവാനായി അകത്തേക്ക് പോയി. നല്ല കപ്പയും ചമ്മന്തിയും അച്ചാറും ഒക്കെയാണ്. അദ്ദേഹം സ്വയമായിട്ടാണ് പാചകം ചെയ്യുന്നത്. ഒരു ദിവസത്തെ സമയക്രമം മുഴുവൻ അവിടെ എഴുതി വെച്ചിട്ടുമാണ് എന്തൊക്കെയാണ് അദ്ദേഹം ഇവിടെ നിവർത്തിക്കുക എന്നുള്ളത്. ഒരു തിരുമേനി പാചകം ചെയ്ത വിഭവം കഴിക്കുകയാണ് രുചികരമായി. ആരാണ് ഉണ്ടാക്കിയെന്ന ചോദ്യത്തിന് ആംഗ്യത്തിൽ ഞാൻ തന്നെ എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. വളരെ ചെറിയ ഒരു വീടും ചുറ്റുപാടുകളും. പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ സ്വയമായി പാചകം ചെയ്ത് സ്വന്തമായി തുണി അലക്കി തറ തുടച്ചു ചെടി നനച്ച് മൗനവ്രതവും ധ്യാനവുമായി ജീവിതത്തിൽ നിന്നും പിന്തിരിഞ്ഞ് പൂർണ്ണമായും ഏകാന്തത അന്വേഷിച്ചിറങ്ങിയ ഒരു മനുഷ്യൻ. വർണ്ണാഭമായ ഒരു ലോകം വിളിപ്പുറത്ത് നിൽക്കുമ്പോൾ ഉള്ളിലെ പ്രകാശത്തെ അതിതീവ്രതയോടെ തിരിച്ചറിയുവാൻ ഒരുമ്പിട്ടിറങ്ങിയ ഒരാൾ. എന്തൊരു ലോകമാണിത്! ഇങ്ങനെയും ചില മനുഷ്യർ.